കുറച്ചു നാളായി സാറിനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, സാറിപ്പോ ഇവിടെ വന്നിട്ട് ഇത്ര ആയുള്ളെങ്കിലും എന്തോ കുറെ കാലമായിട്ടുള്ള ബന്ധമോ പരിചയമോ ഒക്കെ ഉള്ള പോലെ, അതുകൊണ്ടാ. താൻ വളച്ചു കെട്ടാത്ത കാര്യം എന്നാന്ന് പറയണോ പോലോച്ച? അല്ല, ഞാൻ പറയുന്നോണ്ട് സാറിനൊന്നും തോന്നരുത്. ഈ ചരട് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ നടന്നാ മതി, എവിടെങ്കിലും ഒന്ന് കുറ്റിയടിക്കണ്ടേ? സാറൊന്ന് മൂളി കിട്ടിയാ മതി. ബാക്കിയൊക്കെ ഈ പൗലോസേറ്റ് നല്ല പയറ് പോലുള്ള പെൺപിള്ളേരുണ്ട്, അത് നല്ല ഒന്നാം തരം ഫാമിലിയിലുള്ളത്. എന്നതാ വേണ്ടതെന്ന് വെച്ചാ സാറ് പറ. ചെലവാകാതെ കിടക്കുന്ന വല്ല പെമ്പിള്ളാരും ഉണ്ടോ പൗലോച്ച തന്റെ കുടുംബത്തില്? താനീ പറയുന്ന പയറ് പോലത്തെ പെമ്പിള്ളാരെ ഇടയ്ക്ക് ഞാനും കാണാറുണ്ട്. കാര്യം കഴിയുമ്പോ കാശും കൊടുത്ത് പറഞ്ഞയച്ചാ പോരാടോ, അതിനെന്നാത്തിന് അവരുടെ അടുത്ത് കുറ്റിയടിക്കുന്നത്? എങ്ങോട്ടാടി മറിയാമേ? ഒരു വലിയ കോളത്തെ ലക്ഷണം ഉണ്ടല്ലോ. ഓ, എന്തോന്ന് കോള് സാറേ, സീസണൊക്കെ മഹാമോശല്ലയോ? കാര്യം സാറ് നമ്മുടെ സ്വന്തം ആളാന്ന് പറഞ്ഞാലും ആരെയും വിശ്വസിക്കണ്ടായോ? മൂർഖനാന്ന എല്ലാവരും പറയണേ. സത്യാവസ്ഥ നമുക്കല്ലേ അറിയാവുള്ളൂ, ഇല്ലയോ? മതി മതി, സോപ്പിട്ട് നീ ഇല്ലാതാക്കി കളയല്ലേടി. നീ ചെല്ല്. ലോക്കലാന്നോ പുറത്താന്നോ? ഇവിടെ തന്നെയാ സാറേ ലോക്കല്. പിള്ളേരാ സാറേ. നമ്മുടെ നേതാവില്ലയോ ഉമ്മച്ചി സാറ്, അങ്ങേരുടെ അനിയനും ടീമോ ബാംഗ്ലൂരിൽ എങ്ങാണ്ട് പഠിക്കുന്ന. അത് നല്ലതാ, പിള്ളേര് പഠിച്ച് വളരട്ടെ. എവിടെയാടി ക്യാമ്പ്? നമ്മുടെ അഞ്ചുപുരക്കിലെ റബ്ബർ തോട്ടത്തിലുള്ള ആ വീടില്ലയോ, അവിടാ. ദേ സാറേ, ആ വഴിക്കൊന്നും വന്നേക്കല്ലേ, പിള്ളേര് അത്രയ്ക്ക് രഹസ്യമായി വെച്ചേക്കുന്നതാ. ഓ, എനിക്ക് വേറെ എന്തൊക്കെ പണി കിടക്കുന്നടി മറിയാമേ. തൽക്കാലം നീ 5 പരക്കിലോട്ട് ചെല്ല്. അവിടെ പിള്ളേർ അടുപ്പത്ത് വെച്ച വെള്ളം ഇപ്പൊ തിളച്ച് മറിഞ്ഞാണ്. വരട്ടോ പൗലോ സാറേ? വരണ്ട, പോയേച്ചാ മതി.